ഇന്ന് കേരളത്തിലെമ്പാടും വ്യാപകമായി യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ സമരങ്ങൾ യഥാർത്ഥത്തിൽ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, കേരള പോലീസിൻ്റെ ഒരു പാരമ്പര്യവും അല്ലെങ്കിൽ അന്തസ്സും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ ഏറ്റവും ഗൗരവമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരള പോലീസ് എന്ന് ഒരു ഖ്യാതി നമുക്ക് ഉണ്ടായിരുന്നു. കേരള പോലീസ് അത്രയും നല്ല സൽപ്പേര് സമ്പാദിച്ചത് കഴിഞ്ഞ കാലങ്ങളിലെ പോലീസ് സേനയിൽ പ്രവർത്തിച്ച ഏറ്റവും ഇൻ്റഗ്രിറ്റിയുള്ള അല്ലെങ്കിൽ ആത്മാഭിമാനമുള്ള വിശ്വാസ്യതയുള്ള സത്യസന്ധരായ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും മുൻകാലങ്ങളിൽ കേരളത്തിന് അഭിമാനമായിരുന്ന ആഭ്യന്തരമന്ത്രിമാരുടെയും PT ചാക്കോ മുതൽ K കരുണാകരനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കന്മാർ ആഭ്യന്തരമന്ത്രിമാരായിരുന്ന പോലീസ് സേനയ്ക്ക് പകർന്നിരുന്ന ഒരു ആത്മവീര്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേന എന്നൊരു പേര് സമ്പാദിക്കാൻ കഴിഞ്ഞത്. ഇന്ന് നമുക്കറിയാം, കേരള പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും അതുപോലെ രാജ്യത്തിന് മുമ്പിലും കേരളത്തിലെ പോലീസിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ADGP പദവിയിലിരിക്കുന്ന വ്യക്തി കൊലപാതകത്തിനും സ്വർണ്ണക്കടത്തിനും അതുപോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കും നേതൃത്വം നൽകുന്നു എന്ന് ഭരണകക്ഷി തന്നെ പെട്ട ഒരു MLA ആരോപണം ഉന്നയിച്ചു എന്നതിനേക്കാൾ അപ്പുറം ഇത്രയേറെ ഗുരുതരമായ ഒരു ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ട് ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ മൗനം ഈ ആരോപണങ്ങൾക്ക് ശക്തി പകരുകയും കേരള പോലീസിൻ്റെ ആത്മവീര്യത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്തിട്ടും ഇതുവരെ ഒരക്ഷരം ഉത്തരവാദിത്തപ്പെട്ടവർ ശബ്ദിച്ചിട്ടില്ല എന്നത്, അല്ലെങ്കിൽ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആരോപണത്തിൻ്റെ പുകമറ. അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് തന്നെയാണെങ്കിലും ഞങ്ങളിപ്പോൾ അൻവർ പറഞ്ഞതിൻ്റെ വാല് പിടിച്ച് അല്ലെങ്കിൽ അൻവറിൻ്റെ ആരോപണങ്ങൾ അതേപടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഒരു പ്രതിപക്ഷ ഇതെന്ന നിലയിൽ ഞാൻ തയ്യാറാകുന്നില്ല. അതിൻ്റെ കാര്യങ്ങൾ പക്ഷേ പോലീസിൻ്റെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന രണ്ടാമനെന്ന് പറയാവുന്ന ADGPക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ട് DGP അതിൻ്റെ മുകളിലുള്ളവരാണത് ക്ലിയർ ചെയ്യേണ്ടത്. DGPയോ ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഈ കാര്യത്തിൽ, എന്തിനേറെ പറയണം, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPMO ഈ കാര്യത്തിൽ കമാന്നൊരു അക്ഷരം മിണ്ടാത്തത് പോലീസിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തെ ബലപ്പെടുത്തുന്നതാണ്. എന്തുകൊണ്ട് ഇവർ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് ഒരു മിനിറ്റ് പോലും ഒരു മണിക്കൂർ പോലും കേരള പോലീസിന് ഇതുപോലെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തരുതാത്തതായിരുന്നു. അതിന് നേതൃത്വം നൽകുന്ന ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിക്കാത്തത് സംശയാസ്പദവും ദുരൂഹവുമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി അൻവർ പറഞ്ഞ ആരോപണങ്ങളിൽ പ്രതിപക്ഷം ഇതിനു മുമ്പ് ഉയർത്തിയിട്ടുള്ളതും ഞങ്ങൾക്ക് ബോധ്യമുള്ളതുമായ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അൻവർ പറഞ്ഞ ആരോപണങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസ് മന്ത്രിമാരടക്കമുള്ളവരുടെ ഫോൺ ചോർത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പലരുടെയും ഫോൺ ചോർത്തിയെന്നും ഫോൺ ചോർത്തൽ വ്യാപകമായി കേരളത്തിൽ നടക്കുന്നു എന്നും ഒരാരോപണം അദ്ദേഹം ഉന്നയിക്കേണ്ടായി. മന്ത്രിമാരാരും ഞങ്ങളുടെ ഫോൺ ഇവിടെ പോലീസ് ചോർത്തിയിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിനെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മന്ത്രിയുമായി ബന്ധപ്പെട്ട ആരും CPM പോലും ഇതുവരെ നിഷേധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നും ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ നിയമസഭയിൽ ഏറ്റുമുട്ടലുണ്ടായ ഒരു വിഷയവുമായി ഏറ്റെടുത്ത് അതിൻ്റെ അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്ന് അതിൻ്റെ രേഖകൾ പുറത്തു കൊണ്ടുവന്ന് അതുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനങ്ങളും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ എന്നോട് വളരെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് വളരെ ഉത്തരവാദിത്വബോധത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഫോൺ ചോർത്തുന്നുണ്ട്, നിങ്ങൾ ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്ന് പോലീസ് സേനയിൽ നിന്ന് തന്നെ
ഉന്നതരായിട്ടുള്ള വിശ്വസനീയമായ സോഴ്സിൽ നിന്നും എനിക്ക് സൂചന ലഭിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ അതിവ്യാപകമായി ഈ ഫോൺ ചോർത്തപ്പെട്ടിരുന്നു. അത് സ്വാഭാവികമായിട്ടും നിയമപരമായി പരിശോധിക്കുമ്പോൾ പോലീസിനാണ് അതിനുള്ള സാധ്യതയുള്ളത്. എന്തു തന്നെയായിരുന്നാലും ഞാനടക്കമുള്ളവരുടെ ഫോൺ ചോർത്തൽ ഇവിടെ സംഭവിക്കുന്നു എന്നത് ഞങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഉന്നയിച്ച ആ ഒരു ഭാഗത്തോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നത് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിയമപരമായിട്ടാണോ എന്ന് എനിക്കറിയാം, നിയമവിരുദ്ധമായിട്ടും അതിവ്യാപകമായി രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഫോൺ ചോർത്തൽ എന്നത് കേരളത്തിൽ അത് വ്യാപകമായി നടക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ട്, അൻവർ പറഞ്ഞ ആരോപണത്തിൽ ഞങ്ങൾക്ക് ബോധ്യമുള്ള ഒരു കാര്യം ഞങ്ങൾ കൂടി അതിൻ്റെ തടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ അത് വ്യാപകമായി ഉന്നത ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും, ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ പോലെ അതുണ്ടാകാം, ഉന്നതരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുടെ അടക്കം ഫോൺ ചോർത്തൽ നടക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ കാര്യം ഞങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. ആ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ്, ഇപ്പോൾ അദ്ദേഹം തന്നെ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി എന്ന് അദ്ദേഹം തന്നെ പറയുന്ന സ്ഥിതിവിശേഷമുണ്ടായി. കേരളത്തിലെ ക്രമസമാധാന നിലയുടെ അവസ്ഥ എന്താണ് എന്ന് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയാണ്.